ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും നെവിൻ വാക്കൗട്ട് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്ന ആ ഒരു പ്രൊമോയ്ക്ക് ശേഷം ഒരുപാട് പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് നെവിൻ വാക്കൗട്ട് ചെയ്യാൻ ഇടയായ ആ ഒരു സാഹചര്യം എന്നുള്ളത്? അനുവുമായുള്ള വഴക്കിനെ തുടർന്നാണോ അതോ ആദിലയും നൂറയും തമ്മിലുള്ള വഴക്കുമായി ബന്ധപ്പെട്ടാണോ നെവിൻ ഷോ വിട്ട് പുറത്ത് പോകുന്നത് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സംഭവം മറ്റൊന്നുമല്ല. ഇന്ന് രാവിലെ കിച്ചണിൽ ജിസേലും അനുമോളും തമ്മിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കുന്നുണ്ട്. അതായത് കിച്ചണിൽ ജിസേൽ, ഷൈത്യ, അനുമോള്, പിന്നെ നെവിൻ, ആദിൽ, അനൂർ അങ്ങനെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ജിസേൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് അനുമോൾ പറയുകയാണ്. അപ്പോൾ ജിസേൽ പറഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന് നിനക്ക് എന്ത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രിഗർ ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. അതായത് അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അനുമോൾ ചെയ്യുന്നൊരു കാര്യം, ഒരു ടിഷ്യൂ എടുത്തുകൊണ്ടുവന്ന് നേരെ ജിസേലിൻ്റെ ചുണ്ടിലങ്ങ് ഉരയ്ക്കുകയാണ്, ലിപ്സ്റ്റിക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ജിസേൽ അവിടെ നിന്നും അനുമോളെ ശക്തമായി അങ്ങോട്ട് തള്ളി മാറ്റുകയാണ്, ഉന്തി മാറ്റുകയാണ്. എന്നെ ടച്ച് ചെയ്യാൻ നിനക്കെന്താണ് റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും അല്ലേ. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ വിപരീതമായോ അല്ലെങ്കിൽ അതിൻ്റെ നേരായതോ വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ അനുമോള് ജിസേലിനെ ആ ലിപ്സ്റ്റിക് ഉണ്ടോ എന്നറിയാനായിട്ട് ചുണ്ടിൽ ഉരയ്ക്കുമ്പോൾ ആ ഒരു തൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു വ്യക്തി തൻ്റെ ചുണ്ടിലിങ്ങനെ ഉരയ്ക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ജിസേൽ ചെയ്ത ഒരു കാര്യമാണ് അനുമോളെ തള്ളി മാറ്റുക എന്നുള്ളത്. അപ്പോൾ രണ്ടുപേരും ഇവിടെ ചെയ്തിരിക്കുന്ന ഫിസിക്കൽ അസോൾട്ടാണ്. രണ്ടുപേരും ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ആരും ആരെയും ന്യായീകരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. പിന്നെ അനുമോള് ജിസേലിൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി നിന്നുകൊണ്ട് കളിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പെർമിഷനോടുകൂടിയാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു വ്യക്തിയെ തല്ലുക അല്ലെങ്കിൽ ഉണ്ടുക എന്നുള്ളത് മാത്രമല്ല ഫിസിക്കൽ അസോൾട്ട് എന്നതിൽ ഉൾപ്പെടുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ബിഗ് ബോസ് എന്നൊരു ഗെയിം ഷോയാണ്. അവിടെ ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയുടെ കൺസെൻറ്റ് ഇല്ലാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇത്തരത്തിൽ എന്ത് കാര്യം ചെയ്താലും അതെല്ലാം ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിധിയിൽ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനുശേഷം ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നു. അതിനുശേഷം ഇവരുടെ സംഭാഷണത്തിനൊടുവിൽ ബിഗ് ബോസ് പറയുകയാണ്, ശ്രീ മോഹൻലാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിന്മേൽ നടപടി ഉണ്ടാക്കും എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ നെവിൻ്റെ വാക്കൗട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നെവിനോട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, നെവിൻ എന്താണ് കുറച്ച് മുൻപ് പറഞ്ഞത് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് അവസാനമായി ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്നുള്ളത്. അപ്പം നെവിൻ പറയുകയാണ്, അനുമോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഷോ ക്വിറ്റ് ചെയ്യും. ഒന്നുകിൽ അനുമോളെ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ വീക്കും അനുമോളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടണം. അല്ലാത്ത പക്ഷം ഞാൻ ഷോ ക്വിറ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ് നെവിൻ പറഞ്ഞതായിട്ട് നെവിൻ സമ്മതിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ്, മുൻപുണ്ടായ ആ ഒരു വഴക്കും നെവിൻ്റെ ഷോ ക്വിറ്റ് ചെയ്യുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ അവിടെ നടത്തിയിരിക്കുന്ന ഒരു ഫിസിക്കൽ അസോൾട്ടാണ്. അത് മാത്രമല്ല അവർ പലരെയും പല മാനിപ്പുലേഷനും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തി ബിഗ് ബോസിൻ്റെ എല്ലാ റൂൾസും ലംഘിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റുമായി അല്ലെങ്കിൽ അവരിവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കിവിടെ തുടരാൻ ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ്. ഒന്നുകിൽ അവരെ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടണം എന്നുള്ളതാണ് നെവിൻ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നെവിന് മുൻപിൽ പ്രധാന വാതിൽ തുറന്നു തരാം, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മെയിൻ ഡോറ് തുറക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വീട്ടുകാരെല്ലാവരും പോവരുത്, നെവിൻ നീ ചെയ്യുന്നത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ് എന്നുള്ളതൊക്കെ അഹോരാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആര് കേൾക്കാനാണ്? ഏറ്റവും അവസാനം ആദിലയും നൂറയും ഇവിടെ നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ട്, അവരുടെ പ്രൊവോക്കിംഗ് ഗെയിം. ഒരുപക്ഷെ പൂമ്പാറ്റകളായി നിന്ന കണ്ടസ്റ്റൻസ് പുലികളായി മാറുന്നു എന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു മാറ്റമാണ് ഇവിടെ ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നൂറയൊക്കെ ഇത്രയധികം ഉച്ചത്തിൽ അല്ലെങ്കിൽ ഇത്രയധികം ബഹളം വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായാണ് കാണുന്നത്. കാരണം അത്രമാത്രം പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ നെവിൻ കുറച്ചൊരു കൺഫ്യൂഷനിലായിരുന്നു, പോകണോ വേണ്ടയോ എന്നുള്ളത് നെവിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷേ ആദിലയും നൂറയും പറയുന്നത്, നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോടാ, വെറുതെ ഡയലോഗ് അടിക്കാതെ നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നീ ഷോ വിട്ട് ക്വിറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പ്രൊവോക്ക് ചെയ്ത് വല്ലാത്ത രീതിയിൽ അങ്ങ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നെവിൻ്റെ ആ ഒരു ഈഗോ കോംപ്ലക്സ് അതെല്ലാം ഹേർട്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നെവിൻ ഷോ ക്വിറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. അതിനുശേഷം ഷാനവാസിനോട് ആദിലി നൂറയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദിലി നൂറയും പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നെവിൻ ഇത്ര പോവണം എന്നുള്ളത് നിങ്ങൾ ഇത്രയധികം ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഷാനവാസ് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, നെവിൻ ഒരു ഫാമിലി ലൈഫിലെ കപ്പിൾസിൻ്റെ ജീവിതം വരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞ കപ്പിൾസിൻ്റെ ലൈഫ് വരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതെന്തോ ഒരു പ്രൗഡ് മൊമെൻ്റായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൗഡായ രീതിയിലാണ് ആ ഒരു വ്യക്തി സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ നെവിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷനോട് നെവിന് യാതൊരുവിധ താല്പര്യവുമില്ല, ഇഷ്ടമല്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഏത് വിധേയനയായാലും ഞങ്ങളെ പിരിക്കും എന്ന കാര്യം നെവിൻ പറഞ്ഞിട്ടുള്ളതായി ആദിലി നൂറയും പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയധികം പ്രൊവോക്ക് ചെയ്തത്. കാരണം അവരുടെ പ്രൊവോക്കിംഗ് ഗെയിമാണ്. അതിൽ നെവിൻ വീണു, അത്രയേ ഉള്ളൂ. മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് മാത്രമല്ല, അവരുടെ LGBT കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആദിലി നൂറയും എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ഈ ഒരു ഷോയിൽ അവർ നിലപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ നെവിൻ പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ വ്യക്തി താല്പര്യമാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്, പറയണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അതിനിടയ്ക്ക് ഇവർ പറയുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും നെവിൻ ചെയ്തിരിക്കുന്നത് 100% മണ്ടത്തരം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഇതിനൊരു പക്ക ഹീറോയിസം എന്നോ അല്ലെങ്കിൽ ഒരു മാസാണ് എന്നൊന്നും വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അത്രയധികം വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അല്ലെങ്കിൽ ഇത്രയധികം ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിൻ്റെ താരരാജാവായ ശ്രീ മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോയാണ്. ആ ഒരു ഷോയിൽ ഇങ്ങനെയുള്ള ട്വിറ്റ് ചെയ്യലും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അത് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ അത് യൂസ് ചെയ്തിട്ടില്ല നെവിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് ആളുകൾ ബിഗ് ബോസിൻ്റെ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ ഇരിക്കെ നെവിൻ അത് കിട്ടിയിട്ടും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഷോ വിട്ട് പോകണം എന്ന് പറയുന്നവരുടെ എനിക്കൊരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എൻ്റെ ഈ ഒരു അഭിപ്രായവുമായി വിയോജിപ്പുണ്ടാകാം. എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്, നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.